ഹണ്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളായിരിക്കും ഹണ്ടേഴ്സ്. എപ്പോഴും നമ്മൾ വളരെയധികം ഇമോഷണലി വൾനറബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരുപക്ഷെ ഈ ഹണ്ടർ വരിക. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഹസ്ബൻഡ്സ് വീക്ക് ആയിട്ടുള്ള ഹൗസ് വൈഫ്സ്, ഇവരൊക്കെ ആയിരിക്കും ഹണ്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട വിക്ടിംസ് എന്ന് പറയുന്നത്. ഇവർ ഈ സിറ്റുവേഷനിൽ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യും. ആദ്യം ഇവരെ അപ്രോച്ച് ചെയ്തതിനു ശേഷം അവരെ എംപത്തൈസ് ചെയ്യും, അവരെ ആദ്യം കംഫർട്ടിലാക്കിയിട്ടായിരിക്കും ഈ ഹണ്ടേഴ്സ് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹണ്ടിങ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോഴും ഒരു ഇരയായിരിക്കും, ഒരു വിക്ടിം ആയിരിക്കും. ആ രീതിയിലാണ് ഒരു ഹണ്ടർ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണുക. അതുകൊണ്ട് തന്നെ ഒരു ഹണ്ടറുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും എപ്പോഴും ഹണ്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെപ്പോഴും കംഫർട്ട് ആക്കുക, അവരെ പുറത്തു കൊണ്ടുപോകുക, അവരെ കൂടുതൽ സ്നേഹിക്കുക, ഇതൊക്കെയായിരിക്കും ഒരു ഹണ്ടർ ചെയ്യുക. പക്ഷെ അവരൊരിക്കലും തന്നെ ജീവിതത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റീസും ഹണ്ടർ ഏറ്റെടുക്കില്ല. ഇത് നമ്മളെ ഒരു റിലേഷൻഷിപ്പ് ഹണ്ടിങ് ആണോ എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്താൽ മതി. നമ്മൾ തമ്മിൽ എപ്പോഴാണ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് വിവാഹത്തിലേക്ക് കടക്കുക എന്നൊറ്റ ചോദ്യം മതി. അവിടെ തന്നെ ഹണ്ടർ അവിടെ പൊളിഞ്ഞു വീഴും നമുക്ക് കാണാൻ പറ്റും. ഹണ്ടർ അപ്പോൾ തന്നെ പറയും, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്, എന്റെ ഫാമിലി അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ട്, ഈ രീതിയിലേക്കായിരിക്കും ഒരു ഹണ്ടർ സംസാരിക്കുക.